Hi friends, Assalamu alaikum, Namaskaram. In the tasty കാണിക്കുന്നത് മീൻ പൊള്ളിക്കുന്നതിന്റെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നാണ് മീൻ പൊള്ളിച്ചത്. സാധാരണ നമുക്കറിയാം മീൻ പൊള്ളിക്കുന്നത് വാഴയില യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ വിദേശത്തുള്ളവർക്കും അതുപോലെ പലർക്കും എല്ലായ്പ്പോഴും വാഴയില അവൈലബിൾ അല്ല. അപ്പോൾ അതുപോലുള്ളൊരു സിറ്റുവേഷനിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ മീൻ പൊള്ളിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ ടേസ്റ്റിലൂടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ കരിമീൻ വെച്ചിട്ടാണ് മീൻ പൊള്ളിച്ചെടുക്കാറ്. പക്ഷെ അതേ സെയിം, അതായത് നമ്മൾ കരിമീൻ പൊള്ളിച്ചെടുക്കുന്ന സെയിം റെസിപ്പി തന്നെ നമുക്ക് മറ്റേത് മീനിനും ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മുള്ളൻ മീനാണ്. അത്യാവശ്യം നല്ല സൈസുള്ള മുള്ളൻ മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവോലിയോ അതുപോലെ അയിലയോ അതല്ലെങ്കിൽ മത്തിയോ അങ്ങനെ കരിമീനോ ഏതൊരു ഫിഷും ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 മുള്ളൻ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നാക്കി ക്ലീനാക്കി ഇതിനകത്ത് അധികമായിട്ട് കാണുന്ന ആ ഒരു മുള്ളൊക്കെ റിമൂവ് ചെയ്തിട്ട് ക്ലീനാക്കി സാധാരണ നമ്മൾ മീൻ ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മസാല പുരട്ടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു സെമി ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഫിഷ് മസാല പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫിഷിൽ നന്നായിട്ട് ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കാം. നല്ലപോലെ 2 ഫിഷിലും അകത്തും അതുപോലെ നമ്മൾ ആ ലൈനായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നല്ലപോലെ ഈ 2 ഫിഷിലും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അകത്തും അതുപോലെ ആ ലൈനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് നമുക്കിത് സെമി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഒട്ടും ടൈമില്ലാത്തവർ ഒരു 10 മിനിറ്റെങ്കിലും ഈ ഫിഷിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു 15 മിനിറ്റ് നമുക്ക് ഈ ഒരു ഫിഷിനെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിൽ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കൂടി ചേർത്ത് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് സെമി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഫിഷ് സെമി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് വരെ നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കും. അപ്പോൾ ഫിഷ് ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 80% ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നും എടുക്കാം. ഒരു വശം ഫ്രൈ ആയ സമയത്ത് നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു 2 ഫിഷും 80% ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് റിമൂവ് ചെയ്യാം. അടുത്ത് നമുക്ക് നമ്മുടെ മീൻ പൊള്ളിച്ചതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ളൊരു മസാല കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, അതുപോലെ കുറച്ച് കറി ലീവ്സ്, ഒരു ചെറിയ പച്ചമുളക്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ കോൺസ്, കുരുമുളക്, അടുത്തതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവിന് ചേർത്തിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലേക്ക് കുറച്ച്, അതായത് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് അതുപോലെ ഗ്രീൻ ചില്ലി കറി ലീവ്സ് അത് മാത്രമായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താലും മതി. അതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്. സാധാരണ നമ്മൾ മീൻ പൊള്ളിക്കുന്ന സമയത്ത് എടുക്കുക ഷാലറ്റ്സ് ആണ്, അതായത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. അത് കിട്ടാത്തൊരു ടൈമിൽ നമുക്ക് സവാളയും യൂസ് ചെയ്യാം. സവാള യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറക്കാം, കാരണം സവാളയ്ക്ക് ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിഷ് പൊള്ളിച്ചതിന് സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഷാലറ്റ്സ് ആണ് എടുക്കുന്നത് എങ്കിൽ അതൊരു 10-15 എണ്ണം വരെ എടുക്കാം. ഈ ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം.
ഒരു സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ടൊമാറ്റോ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴറ്റിയതിനു ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തതിനു ശേഷം വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ സവാളയും ടൊമാറ്റോയും നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫിഷ് എങ്ങനെയാണ് അലുമിനിയം ഫോയിൽ പൊള്ളിച്ചെടുക്കുന്നത് നോക്കാം. ഒരു അലുമിനിയം ഫോയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മസാല വെച്ച് നല്ലപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഫിഷിൻ്റെ ഉൾവശത്തും അതുപോലെ സൈഡിലും എല്ലാം നന്നായിട്ട് ഈ ഒരു മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടൊമാറ്റോ സ്ലൈസും അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു അലുമിനിയം ഫോയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ വാഴയില യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അത് വാഴയിലയുടെ ആര് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കും. പക്ഷേ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലപോലെ ഈ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ ഫിഷിനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ വാഴയില ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഫോയിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ വാഴയിലയിൽ മീൻ പൊള്ളിക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയായി കിട്ടും. ഒരു 4-5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫിഷ് പൊള്ളിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ ടേസ്റ്റിലൂടെ കാണിച്ചത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ വാഴയിലയിൽ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടേസ്റ്റ്, അപ്രോക്സിമേറ്റ് ഒരു 90-95% അതേ ടേസ്റ്റ് അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് ഫിഷ് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.